എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി. നമ്മൾ അടിപൊളിയായിട്ട് ആ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ടങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന ചാപ്റ്ററിനകത്ത് ആദ്യമേ തന്നെ പഠിക്കാനുള്ളത് ഒക്ടൻറ്റുകളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന സ്പേസിലുള്ള പോയിന്റ്സിനെ കുറിച്ചാണ്. കോർഡിനേറ്റ് പ്ലെയിൻസ് സ്പേസിനെ എത്ര ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അവിടെ തൊട്ടാണ് നമ്മുടെ നോളജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ആ ഒരു ഒക്ടൻ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും അവിടെ നിന്ന് വരത്തില്ല. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. കോർഡിനേറ്റ് പ്ലെയിൻ ഡിവൈഡ് സ്പേസ് ഇൻറ്റു, അടിപൊളിയായിട്ട് പഠിക്കണം, 8 ഒക്ടൻസ്. എത്ര ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8 ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് കോർഡിനേറ്റ് പ്ലെയിൻ സ്പേസിനെ എത്ര ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8 ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് സെറ്റായി. ശ്രദ്ധിക്കണേ, ഇനി അടുത്ത സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ എക്സ് ആക്സിസ്, വാട്ട് ആർ ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ആൻഡ് ഇസഡ് കോർഡിനേറ്റ്? ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്. എക്സ് ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇങ്ങനെ 3 ഡയമെൻഷണലായിട്ട് കാണിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളൊരു ക്യൂബൊക്കെ വരച്ച ആ ഒരു ഷേപ്പിലാണ് കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? എക്സ് ആക്സിസിൽ നിൽക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ശ്രദ്ധിക്കണേ, എക്സ് ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിന്റിന്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ എന്തൊക്കെ 0 ആയിരിക്കും? വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കണേ, പോയിന്റ് ലൈ ചെയ്യുന്നത് എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. പോയിന്റ് ലൈ ചെയ്യുന്നത് വൈ ആക്സിസ് ആണെങ്കിലോ വൈ ആക്സിസ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ വൈ ആക്സിസിലെ പോയിന്റ്, വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. ജനറൽ ആയിട്ട് നമുക്ക് അത് പോയിന്റ് എങ്ങനെ എഴുതാം? എക്സ് ആക്സിലാണെങ്കിൽ എക്സ് 0 0 എന്ന് എഴുതാം. പോയിന്റ് ലൈ ചെയ്യുന്ന വൈ ആക്സിസിലാണെങ്കിൽ 0 y 0 എന്ന് എഴുതാം. അവിടെ വൈ കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ നോൺ 0. അവിടെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആയിരിക്കും. പോയിന്റ് ലൈ ചെയ്യുന്നത് ഇസഡ് ആക്സിസ് ആണെങ്കിലോ പോയിന്റ് ലൈ ചെയ്യുന്ന ഇസഡ് ആക്സിസ് ആണെങ്കിൽ അത് 0 0 ഇസഡ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ വരും? വൈ ആക്സിലുള്ള പോയിന്റ് എങ്ങനെ വരും? ഇസഡ് ആക്സിസിലുള്ള പോയിന്റ് എങ്ങനെ വരും? ഇനി അതേപോലെ തന്നെ പ്ലെയിനും ചോദിക്കാം. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ, എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ അവിടെ എക്സ് പ്ലെയിനിൽ നിന്ന് വൈ പ്ലെയിനിലുള്ള കോർഡിനേറ്റ് മാത്രം കാണും. അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത, ഫൈൻഡ് ദ ഒക്ടൻസ് ഇൻ വിച്ച് ദ പോയിന്റ്സ് -3 1 2 ആൻഡ് -3 1 -2 ലൈ. ഈ 2 പോയിന്റ്സ് ലൈ ചെയ്യുന്ന ഒക്ടന്റ് ഏതാണെന്നാണ് നമ്മളോട് അവർ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇതാണ്ട് ഈ ഒരു സാധനം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഓരോ ഒക്ടന്റിലും എങ്ങനെയാണ് സൈൻ വരിക എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഓർത്ത് വെക്കുക. ഞാൻ ടേബിൾ വരച്ചിട്ടുണ്ട്, ഞാൻ വാല്യൂസ് എഴുതാൻ പോവാണ്. ആദ്യമേ തേട്ട ഇങ്ങനെയെല്ലാം പോസിറ്റീവാണ് വരിക. ഇങ്ങനൊരു ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ, ഇത് ഓർത്തിരിക്കാനുള്ള വഴിയാണ് കേട്ടോ. ഇങ്ങനൊരു കറക്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ രൂപത്തിൽ പോസിറ്റീവ്, അതിൻ്റെ നേരെ ഒരു പോസിറ്റീവ് കൊടുക്കുക, നേരെ മണ്ടയ്ക്ക് ഒരു പോസിറ്റീവ്, പിന്നെ അതുകൊണ്ട് ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിൽ പോസിറ്റീവ് 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 പോസിറ്റീവ്, പിന്നെ ഇങ്ങനെ അറ്റത്തൊരു പോസിറ്റീവും കൂടെ. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ബാക്കിയെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ്. ആദ്യം പോസിറ്റീവ് എല്ലാം ഇട്ട് തീർക്കുക, പിന്നെ ബാക്കിയെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. യെസ്, ഇതാണ് നമ്മുടെ ഓരോ ഒക്ടന്റിലെയും സൈൻ. ഫസ്റ്റ് ഒക്ടന്റ് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഒക്ടന്റ് ആണെങ്കിൽ എക്സ് നെഗറ്റീവ്, വൈ ഇസഡും പോസിറ്റീവ്. തേർഡ് ഒക്ടന്റ് ആണെങ്കിൽ എക്സും വൈയും നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ്. ആ രീതിയിൽ വരും. നമ്മൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേപോലെ 2-3 പോയിന്റ്സ് വരും. എന്നിട്ട് ഈ പോയിന്റ് ഒക്കെ ഏത് ഒക്ടന്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് എടുക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? -3 1 2. ഈ പോയിന്റ് ഏത് ഒക്ടന്റിലായിരിക്കും? അതായത് എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് പോസിറ്റീവ്. ഏതാണ്? എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് പോസിറ്റീവ്. എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് പോസിറ്റീവ്. സെക്കൻഡ് ഒക്ടന്റ് ആയിരിക്കും, സെക്കൻഡ് ഒക്ടന്റ്. സോ ഈ പോയിന്റ് ഏത് ഒക്ടന്റിലാണ് ലൈ ചെയ്യുന്നത്? സെക്കൻഡ് ഒക്ടന്റിലാണ് ആ പോയിന്റ് ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് -3 1 -2.
ഏത് ഒക്ടൻറ്റിൽ ലൈ ചെയ്യുന്നത്? എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്, ഇസഡും നെഗറ്റീവ് ആണ്. എക്സും ഇസഡും നെഗറ്റീവ്, വൈ പോസിറ്റീവ്. ഏതാണ് വേണ്ടത്? എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് നെഗറ്റീവ്. ആറാമത്തെ ഒക്ടൻറ്റിലാണ്. അപ്പോൾ ഈ പോയിന്റ് ലൈ ചെയ്യുന്നത് ഏത് ഒക്ടൻറ്റിലാണ്? 6th ഒക്ടൻറ്റിലാണ് ഈ പോയിന്റ് ലൈ ചെയ്യുന്നത്. ആറാമത്തെ ഒക്ടൻറ്റിലാണ് പോയിന്റ് ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ പോയിന്റുകൾ തന്നിട്ട് അത് ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. 3Dക്കകത്ത് ഒക്ടൻറ്റിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റാണ് ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? അവൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ 10ാം ക്ലാസ് തൊട്ട് 2Dയിലെ ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കുന്നതാണ്. 3Dയിലേക്ക് വരുമ്പോൾ വൈ കോർഡിനേറ്റും കൂടെ എക്സ്ട്രാ വരും എന്നുള്ളേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, 2 പോയിന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് പി എന്ന് പറയുന്ന പോയിന്റ് x1 y1 z1 ആയിട്ട് എടുക്കാം. ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് x2 y2 z2 ആയിട്ട് എടുക്കാം. പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x2 മൈനസ് x1ന്റെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1ന്റെ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1ന്റെ സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് ഇതെന്തായിട്ട് എടുക്കാം? x1 y1 z1 ആയിട്ട് എടുക്കാം. ഈ പോയിന്റ് നമുക്ക് x2 y2 z2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. d is equal to root of x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ x2 എന്ന് പറഞ്ഞാൽ -4 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1, y2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് y1 എന്ന് പറഞ്ഞാൽ -3 സ്ക്വയർ പ്ലസ് z2 മൈനസ് z1, z2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് z1 എന്ന് പറഞ്ഞാൽ 4 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -4 -1 എത്ര? -5. -5ന്റെ സ്ക്വയർ 25. 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 3 1 4, 4ന്റെ സ്ക്വയർ 16. 2 4 പോയ -2, -2ന്റെ സ്ക്വയർ 4. റൂട്ട് ഓഫ് 16 4 20, 25 20 45. റൂട്ട് 45. 45 വന്നാൽ നമുക്കതിനെ ഒന്നുകൂടെ ചെറുതാക്കാം. എങ്ങനെ എഴുതാം? 95 ആണ് 45. 9ന്റെ റൂട്ട് 3, ബാക്കി റൂട്ട് 5. 3 റൂട്ട് 5 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, റൂട്ട് 45 വരെ എഴുതിയാലും ഒരുമാതിരിപ്പെട്ട ടീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളീനിയാരിറ്റി ഷോ ചെയ്യാൻ. കൊളീനിയാരിറ്റിന് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ സ്ലോപ്പ് ഉപയോഗിച്ച് സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലോപ്പ് ഉപയോഗിച്ച് കൊളീനിയാരിറ്റി കാണിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത കൊളീനിയാരിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയാണ് വരുന്നത്. 3Dക്കകത്ത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ കൊളീനിയാരിറ്റി കാണിക്കാം. ശ്രദ്ധിക്കണം, അതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് 3 ഡിസ്റ്റൻസ്, നമുക്ക് 3 പോയിന്റ്സ് തരുന്നുണ്ട്. പി എന്നുള്ള പോയിന്റ്, ക്യൂ എന്നുള്ള പോയിന്റ്, ആർ എന്നുള്ള പോയിന്റ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് പി ക്യൂ കണ്ടുപിടിക്കുന്നു, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് പി ആർ കണ്ടുപിടിക്കുന്നു, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ക്യു ആർ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ 3 ഡിസ്റ്റൻസുകൾ നമ്മൾ കണ്ടുപിടിക്കും. ഏതെങ്കിലും 2 ഡിസ്റ്റൻസുകൾ കൂട്ടുമ്പോൾ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 പോയിന്റ്സ് എന്താണെന്ന് പറയാം? കൊളീനിയർ ആണെന്ന് പറയാം. അക്കോർഡിംഗ് ടു എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പി ക്യൂ കണ്ടുപിടിക്കും, അതിനുശേഷം ക്യു ആർ കണ്ടുപിടിക്കും, അതിനുശേഷം പി ആർ കണ്ടുപിടിക്കും. 2 എണ്ണം കൂട്ടി മൂന്നാമത്തത് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്ന് പറയാം? കൊളീനിയർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ ചെയ്ത ഡിസ്റ്റൻസ് ഫോർമുലയുടെ പരിപാടി തന്നെ. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? പി ക്യൂ കണ്ടുപിടിക്കാം. പി ക്യൂ പറഞ്ഞ എല്ലാവരും റൂട്ട് ഓഫ്. ഇനിയിപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇക്വേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആൻസർ തുടങ്ങുമ്പോൾ ഇക്വേഷൻ ഒന്ന് കാണിക്കണം. ഇനി എങ്ങാനും തെറ്റിപ്പോയ ഇക്വേഷൻ്റെ മാർക്കെങ്കിലും കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ തുടങ്ങാം. ഇക്വേഷൻ എന്താണ്? x2 മൈനസ് x1ന്റെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1ന്റെ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1ന്റെ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? പി ക്യൂ ആണ്. അപ്പോൾ ക്യൂവിലെ കോർഡിനേറ്റിൽ നിന്ന് പിയിലെ കോർഡിനേറ്റ് കുറയ്ക്കണം അല്ലേ? 1 മൈനസ് -2, 1 മൈനസ് -2ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത 2 മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് അടുത്ത 3 മൈനസ് 5ന്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ഇവിടെ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 2 1 3, 3ന്റെ സ്ക്വയർ 9 പ്ലസ് അടുത്ത ഇവിടെ 2 ൽ നിന്ന് 3 പോയാൽ -1, -1ന്റെ സ്ക്വയർ 1 പ്ലസ് 3 ൽ നിന്ന് 5 പോയാൽ -2, -2ന്റെ സ്ക്വയർ 4. ഓക്കെ, 9 1 10 4 14, റൂട്ട് 14 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? PQ കിട്ടി. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? QR കണ്ടുപിടിക്കാം. QR എന്ത് വരും? QR is equal to root of, ശ്രദ്ധിക്കണേ, QR ആണ് എടുക്കുന്നത്. നോക്ക്, 7 മൈനസ് 1ന്റെ സ്ക്വയർ പ്ലസ് 0 മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് -1 മൈനസ് 3യുടെ സ്ക്വയർ. കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. 7 മൈനസ് 1ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത 0 മൈനസ് 2ന്റെ സ്ക്വയർ, 0 മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത -1 മൈനസ് 3യുടെ സ്ക്വയർ, -1 മൈനസ് 3യുടെ സ്ക്വയർ. റൂട്ട് ഓഫ് 7 മൈനസ് 1 എത്ര? 6, 6ന്റെ സ്ക്വയർ. നമുക്ക് 36 എന്ന് എഴുതാം. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. -2ന്റെ സ്ക്വയർ 4, -4ന്റെ സ്ക്വയർ 16, 16 4 20, 20 36 56, റൂട്ട് 56. ഇവിടെ 14 ആണ്. അപ്പോൾ 14 കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മളിവിടെ. 14 എങ്ങനെ കൊണ്ടുവരാം? റൂട്ട് 56നെ എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 ഗുണം 14 എന്ന് എഴുതാം. 4 16 6, ശിഷ്ട 1, 4 1 5. ശരിയല്ലേ? 4 ഗുണം 14 ആണ് 56. ശ്രദ്ധിക്കണം, ഈ റൂട്ട് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ആയിട്ട് പുറത്തിടാം അല്ലേ? 2 റൂട്ട് 14. ഓക്കെ, ഇപ്പൊ QR ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? QR എന്ന് പറയുന്നത് എന്താണ്? 2 റൂട്ട് 14 ആണ് കിട്ടും. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? PR കണ്ടുപിടിക്കണം. PR കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? PR is equal to root of, സെയിം ഇക്വേഷൻ തന്നെ, x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 സ്ക്വയർ. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 7 മൈനസ് -2, 7 മൈനസ് -2ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത 0 മൈനസ് 3യുടെ സ്ക്വയർ, 0 മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് അടുത്ത എന്ത് വരും? -1 മൈനസ് 5ന്റെ സ്ക്വയർ, -1 മൈനസ് 5ന്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 2 9, 9ന്റെ സ്ക്വയർ 81, -3ന്റെ സ്ക്വയർ 9, -6ന്റെ സ്ക്വയർ 36. ഓക്കെ, 81 9 90, 90 36, 126. 126നെ എങ്ങനെ എഴുതാം? 9 ഗുണം 14 എന്ന് എഴുതാം. ശരിയല്ലയോ? 9 4 36 6 ശിഷ്ടം 3, 9 3 12, 9 ഗുണം 14 എന്ന് എഴുതാം. ഈ റൂട്ട് 9നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം. 3 റൂട്ട് 14 എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അങ്ങനെ 3 ഡിസ്റ്റൻസുകൾ കിട്ടി. PQ കിട്ടി, QR കിട്ടി, PR കിട്ടി. ഏതെങ്കിലും 2 എണ്ണം കൂട്ടി മൂന്നാമത്തെ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. വളരെ എളുപ്പമല്ലയോ? റൂട്ട് 14ന്റെ കൂടെ 2 റൂട്ട് 14 കൂട്ടിയാൽ എന്ത് കിട്ടും? 3 റൂട്ട് 14 കിട്ടും. ശരിയല്ലേ? റൂട്ട് 14 പ്ലസ് 2 റൂട്ട് 14 ആണ് 3 റൂട്ട് 14. അപ്പം ഈ 3 പോയിന്റ്സ് എന്താണെന്ന് പറയാം? നമുക്ക് കൊളീനിയർ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങളത് എടുത്തെഴുതണം. എന്താണ്? PQ പ്ലസ് QR ഈക്വൽ ടു റൂട്ട് 14 പ്ലസ് 2 റൂട്ട് 14 is equal to 3 റൂട്ട് 14. ദാറ്റ് ഈസ് ഈക്വൽ ടു PR. PQ പ്ലസ് QR ചെയ്തപ്പോൾ എന്ത് കിട്ടി? PR കിട്ടി. Therefore PQ and R are എന്താണെന്ന് പറയാം? കൊളീനിയർ. Therefore PQ and R are കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. അടുത്തതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് x1 y1 z1 ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 ആയിട്ട് എടുക്കാം. അക്കോർഡിംഗ് ടു ഡിസ്റ്റൻസ് ഫോർമുല d is equal to root of x2 minus x1 ന്റെ സ്ക്വയർ പ്ലസ് y2 minus y1 സ്ക്വയർ പ്ലസ് z2 minus z1 ന്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 4 മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് 1 മൈനസ് 5ന്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 നിന്ന് 2 പോയാൽ 2, 2ന്റെ സ്ക്വയർ
4. 3 നിന്ന് 3 പോയാൽ 0, 0ന്റെ സ്ക്വയർ 0. 1 നിന്ന് 5 പോയാൽ -4, -4ന്റെ സ്ക്വയർ +16. 16 4 20. 20 വന്നാൽ എങ്ങനെ എഴുതണം? 5 × 4, 4ന്റെ റൂട്ട് 2, ബാക്കി √5. 2√5 വരും ആൻസർ. ഓക്കെ, സോ അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുടെ ക്വസ്റ്റ്യൻ ആണ്. 3 വെർട്ടിസസ് വന്നിട്ട് 3 ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക. AB, BC, AC. ഏതെങ്കിലും 2 സൈഡ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നത് മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുടെ വെർട്ടിസസ് ആണ്. കിട്ടുന്നില്ലെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുടെ വെർട്ടിസസ് അല്ല. കിട്ടുന്നുണ്ടെങ്കിൽ അത് പൈതഗോറസ് തിയറം ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുടെ വെർട്ടിസസ് ആവുന്നത്. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പാരലോഗ്രാം ചോദിച്ചാൽ എന്ത് ചെയ്യണം? 4 വെർട്ടിസസ് വരും, 4 ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക. ഈ 2 ഡിസ്റ്റൻസുകൾ വെച്ച് സെയിം ആയിരിക്കണം, ഓപ്പോസിറ്റ് സൈഡുകൾ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പാരലോഗ്രാമായി. ഐസോസിലസ് ട്രയാംഗിൾ ആണെങ്കിലോ ഏതെങ്കിലും AB കണ്ടുപിടിക്കുക, BC കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക. ഏതെങ്കിലും 2 ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതെന്തായി? ഐസോസിലസ് ട്രയാംഗിളായി. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, കൊളീനിയർ ഈ പറഞ്ഞ സ്ഥാനങ്ങൾ, കൊളീനിയാരിറ്റി ചോദിക്കാം, ഐസോസിലസ് ട്രയാംഗിൾ ചോദിക്കാം, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ചോദിക്കാം, പാരലോഗ്രാം ചോദിക്കാം. ശ്രദ്ധിക്കണേ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്സ്. നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സിൽ നിന്നും തുല്യ അകലം കാത്തു സൂക്ഷിക്കുന്ന, അതായത് ഇക്വി ഡിസ്റ്റന്റ് ആവുന്ന ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ 2 പോയിന്റ്സിൽ നിന്നും ഇക്വി ഡിസ്റ്റന്റ് ആയിട്ടുള്ള തുല്യ അകലത്തിലുള്ള പോയിന്റ് ഞാൻ എന്തെടുക്കാം? XYZ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് 1 2 3 എന്നുള്ളൊരു പോയിന്റ്, അതേപോലെ തന്നെ 3 2 -1 എന്നുള്ള പോയിന്റ്. ഇവിടുന്ന് രണ്ടിടത്തു നിന്നും തുല്യ അകലത്തിൽ ഇക്വി ഡിസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് പൊതുവായിട്ടുള്ള പോയിന്റ് ഞാൻ XYZ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതായത് XYZ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും XYZ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരവും സെയിം. അതാണ് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ ലളിതമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇക്വി ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് എന്നുള്ള മീനിങ് തന്നെയാണ്. സോ ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്, അതേ ഉള്ള കൺസെപ്റ്റ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. എന്തുവരും? √x - 1ന്റെ സ്ക്വയർ പ്ലസ് y - 2ന്റെ സ്ക്വയർ പ്ലസ് z - 3യുടെ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ്. അതേ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ ഇവിടെ ഉപയോഗിക്കാം. x - 3യുടെ സ്ക്വയർ പ്ലസ് y - 2ന്റെ സ്ക്വയർ പ്ലസ് z - -1ന്റെ സ്ക്വയർ. ഓക്കെ ആണേ. രണ്ടിടത്തും റൂട്ട് ഉണ്ട്. റൂട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യാം? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ചെയ്യാം അല്ലേ? റൂട്ട് വന്നു കഴിഞ്ഞാൽ റൂട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ചെയ്യുമ്പോൾ റൂട്ട് പോയി കിട്ടും. ബാക്കി x - 1ന്റെ സ്ക്വയർ പ്ലസ് y - 2ന്റെ സ്ക്വയർ പ്ലസ് z - 3യുടെ സ്ക്വയർ ഈക്വൽ ടു x - 3യുടെ സ്ക്വയർ പ്ലസ് y - 2ന്റെ സ്ക്വയർ പ്ലസ് 2 മൈനസ് ചേർന്ന് +1 z + 1ന്റെ സ്ക്വയർ. ക്ലിയർ ആണേ? ഈ സാധാരണ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഓപ്പണിംഗ് എക്സ്പാൻഡ് ചെയ്യുക. a - b ഹോൾ സ്ക്വയർ, a² - 2ab + b സ്ക്വയർ, x² - 2x + 1 വരും. ഇവിടെ y² - 4y + 4 വരും. z² - 6z + 9 വരും ഈക്വൽ ടു x² - 23 6x + 3² 9, y² - 2 4y + 2² 4 പ്ലസ് z² + 2z + 1. a + b ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണിത്. a + b ഹോൾ സ്ക്വയർ, a² + 2ab + b സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ, a² - 2ab + b സ്ക്വയർ. എന്തൊക്കെ വെട്ടാം? ആൻഡ് ഇവിടെ x² വെട്ടാം, ഇവിടെ x² വെട്ടാം, y² ക്യാൻസൽ ചെയ്യാം, z² ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണേ. ഇനി എക്സ് ഒക്കെ ഒരുമിച്ചാക്കാം. ഇവിടെ -2x ഉണ്ട്, ഇവിടെ നിന്ന് ഒരു -6x ഇപ്പുറം വരുമ്പോൾ +6x. ഓക്കെ, ഇവിടെ ഒരു -4y ഉണ്ട്, ഇവിടെ നിന്നൊരു -4y രണ്ടിടത്തും കോമൺ ആണല്ലോ. -4y അങ്ങ് വെട്ടിയേക്കാം. ആ ശല്യം അങ്ങ് പോട്ടെ.
ഓക്കെ അല്ലേ? യെസ്. ബാക്കി ഇവിടെ -6z ഉണ്ട്, ഇവിടെ ഒരു 2z ഉണ്ട്. 2z ഇപ്പുറം വരുമ്പോൾ -2z ആവും. ഇനി കോൺസ്റ്റൻറ്റുകൾ നോക്കാം. ഇവിടെ 4 1 5 9 5 14 ഉണ്ട്. 14 മൈനസ് ഇവിടെ നമുക്കല്ലെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ 9 9 ഒക്കെ വെട്ടാം അല്ലേ? കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇവിടെ 9 9 ക്യാൻസൽ ചെയ്യാം. വേറെ 4 4 ക്യാൻസൽ ചെയ്യാം. 4 4 ക്യാൻസൽ ചെയ്യാം. 1 1 ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? അപ്പുറത്ത് 1 1 ക്യാൻസൽ ചെയ്യാം. കൂട്ടേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻ്റ് എല്ലാം പോയെന്ന് തോന്നുന്നല്ലേ? കോൺസ്റ്റൻ്റ് എല്ലാം പോയി. -2x + 6x. പിന്നെ ഇവിടെ ബാക്കി വരുന്നത്, ബാക്കിയെല്ലാം വെട്ടിക്കിടക്കുന്ന ടേംസാണ്. -6z. ഇവിടെ പിന്നെ ബാക്കി വരുന്നത് +2z. ഇപ്പുറം വരുമ്പോൾ -2z. ഇനി വേറെ ഒന്നുമില്ല. ഈക്വൽ ടു എന്താണ്? 0. rxൽ നിന്ന് 2x പോയാൽ 4x, -6ഉം -2ഉം -8z ഈക്വൽ ടു 0. -8z ഇപ്പുറം എടുക്കാം. 4x ഈക്വൽ ടു 8z എന്ന് വരും. x ഈക്വൽ ടു 8z/4. x ഈക്വൽ ടു 4ഉം 8ഉം കട്ട് ചെയ്ത 2. x ഈക്വൽ ടു 2z. വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതി x - 2z ഈക്വൽ ടു 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ ഗിവൺ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? x - 2z ഇസ് ഈക്വൽ ടു 0. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാം. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. until then, ടാറ്റ, ബൈ ബൈ, സീ യു.